കൂട്ടുകാരെ, ഞാനൊരു പട്ടിക്കുഞ്ഞിൻ്റെ ഒരു വീഡിയോ, അതിനെ ബാസ്ക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അത് മറ്റൊന്നുമല്ല, അതിനെ ഓരോ ചെറിയ നിമിഷങ്ങളും, നമുക്കുണ്ടാവുന്ന ചെറിയ നിമിഷങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യണം. അതെത്ര ലൈക്ക് വ്യൂ കിട്ടുന്നു എന്നുള്ളതല്ല. ഞാൻ ഒരിക്കൽ എൻ്റെ മകനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ തിരികെ നടന്നു വരികയായിരുന്നു. വരാൻ നേരത്ത് ഒരു കുഞ്ഞൻ പട്ടിക്കുഞ്ഞ് ഇങ്ങനെ വഴിയോരത്ത് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു. ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല, ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് വണ്ടി കയറി ചത്താൽ അവരാരും ഓൾറെഡി തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ വണ്ടി കയറി ചത്താൽ ഒട്ടും തിരിഞ്ഞു നോക്കത്തില്ല, അതവിടെ കിടന്ന് ഇല്ലായ്മയായി പോകും. അപ്പം നമ്മൾ ജീവികളെ അത്ര മനുഷ്യർ നമുക്ക് നന്ദികേട് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. മൃഗങ്ങളതല്ല. അപ്പോൾ എൻ്റെ കാലിൽ വന്ന് നമ്മൾ അവരെയൊക്കെ നോക്കുന്നതെന്നുള്ളത് അവർക്കൊരു എനർജി കിട്ടും. അപ്പോൾ അവരെ ഇങ്ങനെ എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് ആ പട്ടി ഇങ്ങനെ കുഞ്ഞിങ്ങനെ വന്നപ്പം എനിക്കത് അതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു കുഞ്ഞിനെ പോലെ ഞാൻ അതിനെ പരിപാലിക്കാനായിട്ട് പെട്ടെന്ന് ഞാനങ്ങ് ഒരുക്കമായി. അത് ദൈവമാണ് അതിൻ്റെ ഒരു ഇത് തരുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ അതിന് വേണ്ടി ഒരു ബാസ്ക്കറ്റ് മേടിച്ചിട്ട് എൻ്റെ നിൽക്കുന്ന സ്ഥലത്ത് കൂടെ കൂട്ടാമെന്ന് കരുതി. കാരണം അവിടെ ഇരിക്കട്ടെ. അങ്ങനെ അതിന് ഞാൻ ഒരു സ്ത്രീ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു. അത് ക്രോസ് ചെയ്താൽ വണ്ടി കയറും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടി മേടിച്ചിട്ട് വരട്ടെ, ബോക്സ് മേടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ച് തിരികെ അതിനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് ഞാൻ അതിനെ എടുക്കാൻ ശ്രമിച്ചത്. ഹോസ്പിറ്റലിൽ ഡോക്ടർ ആദ്യം മരുന്നും വരെ ഗുളികയുടെ കാര്യങ്ങൾ എല്ലാം തന്നിട്ട്, ചിലപ്പോൾ പേ ഉള്ള ഒരു അമ്മയുടെ കുഞ്ഞായിരിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ കുട്ടിയുള്ളതുകൊണ്ട് നമുക്കറിയില്ല, അവർ തരാനുള്ള തന്നു. ഞാനത് ആലോചിച്ചു. ഞാൻ സ്പീഡ് കൂട്ടി പറയുന്നത് സമയപരിമിതികളുണ്ട്, അതുകൊണ്ടാണ്. പെട്ടെന്ന് എനിക്ക് അതിനെ അങ്ങോട്ട് വിട്ടുകളയാം. അത് എൻ്റെ അടുത്ത് വന്നപ്പോൾ അതിൻ്റെ കണ്ണ് കുറച്ച് അടഞ്ഞിരുന്ന കണ്ണങ്ങ് തുറന്ന് ഒരു അമ്മയടുത്ത് വന്ന ഒരു ഇതായിരുന്നു. ആ ഒരു ഇത് കണ്ടാൽ മതി എനിക്ക്. ഇതിനെന്ത് ഫുഡ് കൊടുക്കണമെന്ന് ഒന്നും എനിക്കറിയാതെ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം ഡോക്ടർ ഒരു വാചകം പറഞ്ഞത് എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. പേ ഉള്ള അമ്മയുടെ കുഞ്ഞാണോന്നറിയില്ല, ബാക്കി എനിക്കറിയില്ല, നിങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞുണ്ട്, അത് തന്നെ നിങ്ങളുടെ തീരുമാനം എന്നവർ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഞാൻ എന്ത് വേണം, ഇത് ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഞാനിങ്ങനെ ആകെ ടെൻഷനായിപ്പോയി. അപ്പോൾ തൊട്ടടുത്ത് ഒരു ചേച്ചി, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊരു ചേച്ചി ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. ആ ചേച്ചിയും പറഞ്ഞു വേണമെങ്കിൽ വളർത്താം, പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണമല്ലോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, പക്ഷേ പേ ഉള്ള അമ്മയുടെ കൊച്ചാണ്, കുട്ടിയാണ്, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാൻ പറഞ്ഞു. ഇവരെല്ലാം ഓരോ ഓപ്ഷൻസാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മകൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഒന്നാമത് നമ്മൾ സിറ്റുവേഷനിൽ കൂടെ പോകുന്നവരായതുകൊണ്ട് ഇത് നമ്മൾ ആലോചിക്കണം. ഞാൻ ഈ പട്ടിക്കുഞ്ഞുമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു. അത് നല്ല കരച്ചിലും ബഹളമൊക്കെ വഴി വെച്ച് തുടങ്ങി. എങ്കിലും ചെറിയൊരു ഇതിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ചെറിയൊരു പാലും വെള്ളം കൊടുത്തു, കുടിച്ചോന്ന് എനിക്കറിയത്തില്ല. ബിസ്ക്കറ്റിൻ്റെ ചെറിയൊരു ഇതും കൊടുത്തു. പിന്നെ എനിക്കങ്ങ് ടെൻഷനായി. കാരണം ഇത് ഇവിടെ വന്നാൽ കുട്ടി ഇതിൻ്റെ നേരെ ചെന്ന് ചാടും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരാഗ്രഹം തോന്നി, ഇതിനെ ഞാൻ എടുത്താണ്, ഇതിനെ ഞാൻ എന്ത് ചെയ്യും? പെരുവഴിയിൽ ഉപേക്ഷിക്കുന്ന ആളെ അല്ലാത്തത് കൊണ്ട്, ഇത് ഒറ്റയ്ക്കാണല്ലോ അവിടെ ഞാൻ കണ്ടത്. സൗണ്ടുകൾ വരുന്നത് കുഞ്ഞിൻ്റെതാണ്. അപ്പം ഒറ്റയ്ക്കാണല്ലോ, എന്ത് ചെയ്യും എന്നറിയാതെ ഞാൻ ആകെ വേവലാതിപ്പെട്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പെരുവഴിയിൽ ഉപേക്ഷിക്കില്ല, ഞാൻ ഇതിനെ എടുത്തെങ്കിൽ എനിക്കതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ തിരികെ കൊണ്ടുവരാൻ നേരത്തെ ഒരു കാഴ്ച കണ്ടായിരുന്നു വീട്ടിലേക്ക്. അതിൻ്റെ കൂടെ വേറെയും അംഗങ്ങളുണ്ട്, കുട്ടികളുണ്ട്. പക്ഷേ ഇതിനെയാണ് ഞാൻ കയ്യിലെടുത്ത് പെട്ടിയിൽ സൂക്ഷിച്ച്. പെട്ടെന്ന് എൻ്റെ കുഞ്ഞായിരിക്കും, ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ കരച്ചിലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു ഉൾവിളി തന്നു. അതിൻ്റെ ബാക്കിയുള്ളവരെല്ലാം ഞാൻ ഒപ്പീനിയൻ വിളിച്ച് ചോദിച്ചു. ഒരുപാട് പേര് പറഞ്ഞ് വഴിയിൽ ഉപേക്ഷിക്കുക, അവിടെ തന്നെ കൊണ്ട് ഉപേക്ഷിക്കാതെ പെരുവഴിയിൽ ഉപേക്ഷിക്കുക, അത് വല്ല വണ്ടി കയറി ചത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം എനിക്കൊരു വഴി കാണിച്ചു തരണമേ ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ളവരുടെ കൂടെ തന്നെ ഞാൻ അതിനെ കൊണ്ടുപോയി ആക്കി. അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെ. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അതിൻ്റെ കൂട്ടത്തിലുള്ള അതിൻ്റെ അമ്മേനെയും, അമ്മ ദൂരെ എവിടെയാണ്, കുട്ടികളെ അവിടെ വെച്ചിട്ട് ആരോ അടുത്ത് വെച്ചതാണ് റോഡ് സൈഡിൽ, അതിൻ്റെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ അത് കയറിയപ്പോൾ ഉള്ള അതിൻ്റെ ഒരു ഹാപ്പിനെസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. കാരണം എനിക്ക് പറ്റത്തില്ലെന്ന് പിന്നെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. പക്ഷേ അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. അതൊരു ട്രിപ്പ് വന്നിട്ട് പോയി എന്നുള്ളത്, അതിന് അങ്ങനെ ഒരു നിയോഗമുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. ശരി, താങ്ക് യു.